ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചങ്കന്മാരും ചങ്കത്തികളും ഉണ്ട് എന്ന് എനിക്കറിയാം. അപ്പം മറക്കണ്ട നമ്മുടെ ചാനൽ ഒന്ന് കയറി സബ്ബടിക്കാൻ. പിന്നെ നിങ്ങളുടെ തള്ള വിരൽ ഫ്രീ ആണെങ്കിൽ ആ ബെല്ലൈക്കൺ ഒന്ന് നിൽക്കുക കേട്ടോ. പിന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് കൊടുക്കുക. പിന്നെ മാക്സിമം നിങ്ങളുടെ കൂടെ പഠിച്ചു കൊടുക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കുക. പിന്നെ ഫാമിലി ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാനും മറന്നുപോലെ. അപ്പോൾ വീഡിയോയിൽ കിടക്കാം. നമ്മൾ ഇന്ന് നമ്മുടെ MGR, അതുപോലെ തന്നെ നമ്മുടെ വിജയലക്ഷ്മി, അതുപോലെ മമ്മൂക്ക, അവരുടെയൊക്കെ നാട്ടിലെ അവർ പണ്ട് ജീവിച്ചിരുന്ന നാട്ടിലാണ്. എവിടെയെന്ന് വെച്ചാൽ കോട്ടയം വൈക്കത്താണ്. വൈക്ക ജെ- വൈക്ക വിജയലക്ഷ്മി എന്നാണ് ആ ചേച്ചിയുടെ പേര്. അപ്പോൾ നമ്മള് ഏഹ്, കോട്ടയത്താണ് മെഗാസ്റ്റാർ മമ്മൂക്കയെ താമസിക്കുന്ന പണ്ടത്തെ നാട്. അപ്പൊ എം ജി ആർ അതുപോലെ അവർ MGRന്റെ ഭാര്യ അവരൊക്കെ താമസിച്ച വീട്ടിലേക്കാണ് ഇന്നത്തെ യാത്ര പോകുന്നത്. ഓക്കെ, വീഡിയോയിലേക്ക് കിടക്കാം. ജാനകി അമ്മ അതിന്റെ വീട്ടിലേക്കാണ് നാം ഇപ്പോ പോകുന്നത്. കോട്ടയത്താട്ടോ. അവിടെയാണ് നമ്മുടെ വിജയലക്ഷ്മി, അതുപോലെ മെഗാസ്റ്റാർ മമ്മൂക്ക, കോട്ടയം പ്രദീപ്, അതുപോലെ ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ ജനനമൊക്കെ. നമ്മുടെ MGRും അവിടെ തന്നെയാണ്. MGRന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന അവളുടെ ഭാര്യ ജാനകി അമ്മ എന്ന് പറയും. MGRന്റെ വൈഫാണ്. അതുപോലെ എന്താ പറയാ, മുൻ മുഖ്യമന്ത്രിയായിരുന്നു തമിഴ്നാട്ടിലേക്കാണ്. പിന്നെ MGRനെ ഒരു ആൾക്കാരത്തെ അറിയാത്ത ആൾക്കാരുണ്ടാവില്ല. ഒരുപാട് ആളുകൾക്ക് അറിയാം. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും MGRനെ ആരാന്ന് ചോദിച്ചാലും അറിയില്ല. പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന ആളാണ്. എനിക്ക് പോലും അറിയില്ല സത്യം പറഞ്ഞ. ഞാൻ ഇങ്ങനെ റീല് കാണുമ്പോഴൊക്കെയാ മനസ്സിലാക്കുന്നത്. പിന്നെ ജാനകി അമ്മ എന്ന് പറയുന്ന മുഖ്യമന്ത്രി അവരുടെ വീട്ടിലേക്കാണ്, അതായത് വീട്ടിലേക്കാണ് നമ്മളെ യാത്ര. ഉം. അവരുടെ വീട് കോട്ടയം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വൈക്കം വൈക്കത്താണ് വിജയലക്ഷ്മി, അതുപോലെ കോട്ടയം പ്രദീപ്, അങ്ങനെ മമ്മൂക്ക, അങ്ങനെ എല്ലാവരും ഉള്ളത്. അപ്പോ ഇവിടെ ആ, നമ്മുടെ ഇതിന്റെ വീടിന്റെ മുമ്പില് നമ്മുടെ കലാഭൻ മണിയുടെ വീടിന്റെ പേരിൽ ഇങ്ങനെ മണി മണിരത്നം ആ, മണിമന്ദിരം എഴുതിയില്ലേ, അതേമാതിരി തന്നെയാണ് ഇവരുടെ വീടിന്റെ മുമ്പിൽ എഴുതി മണിമന്ദിരം എന്നാണ് അവരുടെ വീടിന്റെ പേര്. ഞാൻ അവിടെ ചെല്ലുമ്പോ ഈ MGR എന്ന് പറയുന്ന ആള്, ഞാൻ മുമ്പ് ചെന്നൈയിൽ പോകുമ്പോഴാണ് അവിടെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. നമ്മുടെ ഒരു സുഹൃത്തിന്റെ വീട്ടില് ചുമരില് അടിച്ചു വെച്ചിരിക്കുന്നു MGRന്റെ ഫോട്ടോ. അയാളുടെ അവരുടെ വീടിന്റെ മുമ്പിലപ്പോ ഞാൻ നിന്നത്. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ വലിയ ആൾക്കാരാണ്. അല്ല, നമ്മുടെ മുഖ്യമന്ത്രി ആയിരുന്നു. നമ്മുടെ മുഖ്യമന്ത്രി അല്ല, തമിഴ്നാട് മുഖ്യമന്ത്രി ആണെന്ന് തോന്നുന്നു. മുഖ്യമന്ത്രി ആണെന്ന് കേട്ടത്. മുഖ്യമന്ത്രി എന്നാ കേട്ടത്. മുഖ്യമന്ത്രി ആയിരുന്നാ കേട്ടെ. ഉം. പിന്നെ MGR എന്ന് പറയുന്ന ആള് ഒരുപാട് പാട്ടുകളൊക്കെ ഉണ്ട്. ഞാൻ MGR ഗൂഗിളിൽ അടിച്ച് MGRനെ കുറിച്ച് അന്വേഷിച്ചു. ആരായിരുന്നു നോക്കി. ജാനകി അമ്മ, MGR എന്നീ ആളുകളെ കുറിച്ച് ഞാൻ അന്വേഷണത്തിലായിരുന്നു. ഇവരെ രണ്ടുപേരും മരണപ്പെട്ടു. ബട്ട് ഞാൻ അന്വേഷിക്കുന്നത് ഗൂഗിൾ വഴി ഇവരാരായിരുന്നു, ഇവരെന്തായിരുന്നു എന്നായിരുന്നു. അപ്പോ അനീഷേട്ടൻ പറഞ്ഞു, ഈ ആ, ഇവരൊക്കെ പണ്ടത്തെ സൂപ്പർ സ്റ്റാറുകളായിരുന്നു എന്ന് പറഞ്ഞു. സൂപ്പർ സ്റ്റാറുകൾ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു അങ്ങനെ. അപ്പൊ ഞാൻ നമ്മുടെ അനീഷേട്ടനോട് ചോദിച്ചു, MGR അയാളൊരു പാട്ടുകാരനാണ്, അപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോവാം, സന്ദർശിക്കാം എന്ന് പറഞ്ഞ് ഇന്ന് അങ്ങനെ ഇറങ്ങിയതാണ്. പക്ഷെ MGRന്റെ സ്മാരകം അവിടെ കണ്ടു ഒരു സൈഡില്. പിന്നെ അദ്ദേഹത്തിന്റെ എക്കാലത്തെയും കുറേ മുമ്പത്തെ ഒരു പഴയൊരു വീട്, ആ വീടിന്റെ പേര് തന്നെ മ- മണിമന്ദിരം എന്നാണ്. പിന്നെ അതുപോലെ ജാനകി അമ്മ മുൻ
മുഖ്യമന്ത്രി ആയിരുന്നു. അവരുടെ അവരുടെ ആ, പ്രതിമയൊക്കെ കാണാൻ, സ്മാരകമൊക്കെ കാണാൻ പറ്റും എന്ന് ഞാൻ വിചാരിച്ചില്ല. സ്മാരകമൊക്കെ കാണാൻ കഴിഞ്ഞു. പിന്നെ മറക്കാതെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ പഠിച്ച ആളുകൾക്കും എത്തിച്ചു കൊടുക്കുക. പുതിയ വീഡിയോയിലുമായി വരാം.